ഹലോ, എല്ലാവർക്കും ഇവോറ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അംബ്രല്ല സ്കേർട്ടിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലാണ്. ഇതിനെ നമ്മൾ സർക്കിൾ സ്കേർട്ട് എന്നും പറയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ അംബ്രല്ല സ്കേർട്ട് ചെയ്യാൻ രണ്ട് മെഷർമെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന് വേസ്റ്റ് റൗണ്ട്, പിന്നെ ഒന്ന് സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. ഞാൻ എടുത്തതിൽ വേസ്റ്റ് റൗണ്ട് 33 ഇഞ്ചസും സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ചസുമാണ് വരുന്നത്. ഇത് നീ ലെങ്ത്ത് വരുന്നൊരു സ്കേർട്ടാണ്. ഇതിൻ്റെ വേസ്റ്റിൽ ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എലാസ്റ്റിക് നന്നായിട്ട് സ്ട്രെച്ച് ആവാൻ വേണ്ടി ഞാൻ ഒരു 3 ഇഞ്ചസ് കൂടി എക്സ്ട്രാ ലൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 33ൻ്റെ കൂടെ 3 കൂടി ആഡ് ചെയ്ത് 36 ഇഞ്ചസ് വരും. നിങ്ങൾ അതിൽ ഹുക്കാണ് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ 3 ഇഞ്ചസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1 ഇഞ്ച് കൂടി വേസ്റ്റ് ബാൻഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വേസ്റ്റ് ബാൻഡിൽ ഞാൻ 2 ഇഞ്ച് വിടുത്തുള്ള എലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആകെ സ്കേർട്ടിൻ്റെ ലെങ്ത്തിൽ നിന്ന് 2 ഇഞ്ച് കുറക്കണം. അപ്പോൾ 22-ന് 2 പോയാൽ 20 കിട്ടും നമുക്ക്. പിന്നെ താഴെയും മുകളിലും അര ഇഞ്ച് വീതം സീം അലവൻസ് കൊടുക്കണം. അപ്പം 22-ന് 2 കുറച്ച് 20 കിട്ടും. അതിൻ്റെ കൂടെ അര ഇഞ്ച് വീതം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 21 ഇഞ്ച് കിട്ടും. അങ്ങനെ 21 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി തുണി എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ആദ്യം ഒരു ചെറിയ പേപ്പറിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം പെട്ടെന്ന് തന്നെ മനസ്സിലാവും നമുക്ക്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയുമുള്ള ഒരു സ്ക്വയർ പീസ് തുണിയാണ് എടുത്തത്. ഇനി തുണി ഇതുപോലെ മടക്കണം. ഇതിൻ്റെ മടക്കിയ സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി ആദ്യം അടയാളപ്പെടുത്തേണ്ട മെഷർമെൻറ്റ് എന്നുള്ളത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെ നമ്മൾ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വേസ്റ്റ് റൗണ്ട് 36 ആണ്. അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 6.28 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫിഗറാണ്. നമ്മൾ ഏത് വേസ്റ്റ് റൗണ്ട് എടുക്കുകയാണെങ്കിലും അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ എനിക്ക് 36 വേസ്റ്റ് റൗണ്ട് ഉള്ളതുകൊണ്ട് അതിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.75 കിട്ടും. ഈ 5.75 ആണ് നമ്മൾ ഈ കോർണറിന്ന് ഈ സൈഡിലോട്ടേക്ക് മാർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടിനെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യണം. ഇനി ഈ പോയിന്റ്സ് എല്ലാം കൂടി യോജിപ്പിച്ച് ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടുന്ന് താഴത്തോട്ട് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 21 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വന്നത്. അത് ഈ ഓരോ പോയിന്റിൽ നിന്നും താഴത്തോട്ടേക്ക് 21 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റ്സ് എല്ലാം കൂടി ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തതിലേക്ക് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ഒരു സർക്കിളാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മളുടെ വേസ്റ്റ് റൗണ്ട്. ഇപ്പം നമ്മൾ പേപ്പറിൽ കാണിച്ച പോലെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നിവർത്തി വെച്ചാൽ ഇതുപോലെ ഇരിക്കും. ഇനി അതിൽ ബാൻഡ് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കട്ട് കൊടുക്കുക. ഇപ്പോൾ എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡിന് വേണ്ടി ഞാൻ 5 ഇഞ്ച് വിടുത്തുള്ള ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 സൈഡും അര ഇഞ്ച് വീതം മടക്കി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം നമ്മൾ വേസ്റ്റ് ബാൻഡിനേക്കാളും കുറച്ച് ഒരു 1-2 ഇഞ്ച് കൂട്ടിയെടുക്കണം നിങ്ങൾ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് വരുന്ന പീസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്തെടുത്ത വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശം നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 2 ക്ലോത്ത് മുഴുവൻ പിൻ ചെയ്തെടുത്തു. ഇനി അതിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് തിരിച്ച് ഇതുപോലെ ഇട്ടിട്ട് ഈ മടക്കി വെച്ച ഭാഗം ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിലേക്കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഞാനിവിടെ ഒരു 2 ഇഞ്ച് വിടുത്തുള്ള എലാസ്റ്റിക്കാണ് എടുത്തത്.
നമ്മൾ എലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെക്കാളും ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ. എന്നാലേ എലാസ്റ്റിക് നല്ലോണം സ്ട്രെച്ചായി നിൽക്കുകയുള്ളൂ. ഇനി ഇതുപോലെ ഇതിൻ്റെ അറ്റത്തൊരു പിഞ്ച് കുത്തിയിട്ട് നമുക്ക് എലാസ്റ്റിക് ഈ കേസിൻ്റെ അകത്തോട്ടേക്ക് കയറ്റാം. എലാസ്റ്റിക് ഈ കേസിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം എലാസ്റ്റിക് 2 സൈഡിൽ നിന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ മിഡിലിലേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമോ മടങ്ങിപ്പോവോ ഒന്നും ചെയ്യൂല. ഇപ്പം നമ്മൾ എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 6 സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സ്കേർട്ടിൻ്റെ 2 സൈഡ് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിഭാഗം, സ്കേർട്ടിൻ്റെ അടിഭാഗം ഒന്നുകിൽ മടക്കി അടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് റോൾഡ് ഹെം ഫൂട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് റോൾഡ് ഹെം ചെയ്തെടുക്കുക. അപ്പം കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ. അതില്ലെങ്കിൽ മടക്കി അടിച്ചാൽ മതി. നമ്മളിതിൻ്റെ അറ്റം റോൾഡ് ഹെം ചെയ്തെടുത്തു. ഇപ്പം നല്ല നീറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ അംബ്രല്ല സ്കേർട്ട് റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.